നമസ്കാരം. ബീഹാറിൽ ഇന്ത്യ മുന്നണിയിൽ ഭിന്നത രൂക്ഷമെന്ന റിപ്പോർട്ട്. RJDക്കും JDUവിനും ഇടയിൽ വീണ്ടും അസ്വാരസ്യങ്ങൾ ഉയരുകയാണ്. ലലൻ സിംഗ് എന്നറിയപ്പെടുന്ന രാജീവ് രഞ്ജൻ സിംഗിനെ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്ത് നിതീഷ് കുമാർ സ്ഥാനം ഏറ്റെടുത്തതിന് പിന്നാലെ അഭ്യൂഹങ്ങൾ പറക്കുകയാണ്. അതിനിടെ തന്റെ ഔദ്യോഗിക ഓസ്ട്രേലിയൻ പര്യടനം ബീഹാർ ഉപമുഖ്യമന്ത്രി കൂടിയായ തേജസ്വി യാദവ് റദ്ദാക്കിയതും ചർച്ചകളിലുണ്ട്. താമസിയാതെ തേജസ്വി മുഖ്യമന്ത്രിയാകുമെന്നും റിപ്പോർട്ടുണ്ട്. ആകെ 243 അംഗങ്ങളുള്ള ബീഹാർ നിയമസഭയിൽ ലാലു പ്രസാദ് യാദവിന്റെ RJDക്ക് 79 സീറ്റുകളുണ്ട്. കോൺഗ്രസ് 19, CPI ML 12, CPM 2, CPI 2, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയാണ് സീറ്റ് നിലകൾ. ഇതെല്ലാം കൂട്ടിയാൽ 114 സീറ്റുകളാണ്. 45 സീറ്റുകളാണ് നിതീഷ് കുമാറിന്റെ JDUവിനുള്ളത്. ഇനി JDUവിന്റെ പിന്തുണയില്ലെങ്കിലും പുറത്തുനിന്നും ഒരു 7 പേരുടെ പിന്തുണ കിട്ടിയാൽ തേജസ്വിക്ക് മുഖ്യമന്ത്രിയാകാം. ഇവിടെയാണ് നിതീഷും ലലൻ സിംഗും തമ്മിലെ ഭിന്നത നിർണായകമാകുന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിൽ തേജസ്വിയെ രാജ്യത്തിന് പുറത്തേക്ക് അയക്കേണ്ടെന്ന തീരുമാനമാണ് ഓസ്ട്രേലിയൻ യാത്ര റദ്ദ് ചെയ്തതിന് പിന്നിലെന്നാണ് RJD നേതാക്കൾ നൽകുന്ന സൂചന. ലലൻ സിംഗ് RJDയുമായി അടുത്ത് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി പദത്തിലെത്തിക്കാൻ ശ്രമിക്കുന്നുവെന്ന സംശയം നിതീഷിനുണ്ട്. ലാലു പ്രസാദ് യാദവും ലലൻ സിംഗും വിമാനത്തിൽ വെച്ച് എല്ലാം ചർച്ച ചെയ്തുവെന്നാണ് സൂചന. ഏതായാലും ഇന്ത്യ മുന്നണിയിലെ ബീഹാറിലെ കെട്ടുറപ്പിനെ ബാധിക്കുന്നതാണ് ഈ സംഭവങ്ങൾ. ഈ കൂടിക്കാഴ്ചയ്ക്ക് 2 ദിവസം മുൻപേ ലലൻ സിംഗ് 12 JDU MLAമാരുമായി രഹസ്യയോഗം ചേർന്നതായി പറയുന്നു. കഴിഞ്ഞ കുറേ ആഴ്ചകളായി ലലൻ സിംഗ് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് വാദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അത് നിതീഷ് കുമാർ സമ്മതിച്ചിരുന്നില്ല. 12 MLAമാരെ ലലൻ സിംഗിന് JDUവിൽ നിന്നും അടർത്തിയെടുക്കാനായാൽ തേജസ്വിക്ക് മുഖ്യമന്ത്രിയാകാം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ ഇത് അനിവാര്യമാണെന്നാണ് RJDയുടെ വിലയിരുത്തൽ. ലലനെതിരെ സംശയം കൂടിയായതോടെയാണ് JDU ദേശീയ അധ്യക്ഷ പദം വീണ്ടും നിതീഷ് ഏറ്റെടുത്തതെന്നാണ് റിപ്പോർട്ടുകൾ. കടുത്ത BJP വിരുദ്ധ നേതാവ് കൂടിയായിരുന്നു ലലൻ. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷത്തെ ഇന്ത്യ സഖ്യത്തിലും ബീഹാറിലെ മഹാസഖ്യത്തിലും സമ്മർദ്ദ ശക്തിയാക്കാനുള്ള നിതീഷിന്റെ നീക്കത്തിന് ഇതെല്ലാം തിരിച്ചടിയാണ്. ഡൽഹിയിൽ ചേർന്ന JDU ദേശീയ കൗൺസിൽ യോഗത്തിൽ കോൺഗ്രസിനെ പേരെടുത്ത് നിതീഷ് കുമാർ കുറ്റപ്പെടുത്തിയതായാണ് സൂചന. ഒരു കാലത്ത് ലാലു പ്രസാദ് യാദവും മകനും ലാലുവിന്റെ ഭാര്യ റബ്രി ദേവിയും ചേർന്ന് നടത്തിയ രഹസ്യ നീക്കങ്ങളുടെ ഫലമായാണ് BJP ഉപേക്ഷിച്ച് നിതീഷ് ലാലു പ്രസാദ് യാദവിലേക്ക് ചാഞ്ഞത്. ഇപ്പോൾ ലാലു പ്രസാദ് യാദവും മകനും ലലൻ സിംഗും ചേർന്ന് നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി കസേരയിൽ നിന്നും വലിച്ചു പുറത്തിടാനുള്ള ഗൂഢാലോചന നടത്തിയതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. JDUവിന്റെ പിന്തുണയില്ലെങ്കിലും പുറത്തുനിന്നും ഒരു 7 പേരുടെ പിന്തുണ കിട്ടിയാൽ തേജസ്വിക്ക് മുഖ്യമന്ത്രിയാകാം. അതാണ് ലലൻ സിംഗ് JDUവിന്റെ 12 MLAമാരെ കൂടെ കൂട്ടിയത്. ഉടൻ ഈ 12 JDU MLAമാരെ ലാലു പ്രസാദ് യാദവിന്റെ ക്യാമ്പിൽ എത്തിക്കായിരുന്നു ലലൻ സിംഗിന്റെ ലക്ഷ്യം. ഇതിന് പ്രത്യുപകാരമായി ലലൻ സിംഗിന് രാജ്യസഭാ MP പദവി നൽകുമെന്നാണ് ലാലു പ്രസാദ് നൽകിയിരിക്കുന്ന വാഗ്ദാനം എന്നാണ് സൂചന. എന്നാൽ ലലൻ സിംഗുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയ 12 MLAമാരിൽ ഒരാൾ ഈ വാർത്ത നിതീഷ് കുമാറിന് ചോർത്തിക്കൊടുത്തു. ഇതോടെയാണ് നിതീഷ് കുമാർ തന്റെ മുഖ്യമന്ത്രി കസേര ഏത് വിധേനയും സംരക്ഷിക്കാൻ ഓപ്പറേഷൻ ലലൻ എന്ന പദ്ധതിയുമായി ഇറങ്ങിത്തിരിച്ചത്. അതാണ് വെള്ളിയാഴ്ച ലലൻ സിംഗിന്റെ രാജിയിലും JDUവിന്റെ ദേശീയ പ്രസിഡന്റ് പദവി നിതീഷ് കുമാർ തന്നെ ഏറ്റെടുക്കുന്നതിലേക്കും നയിച്ചതെന്നാണ് സൂചന. കഴിഞ്ഞ കാലങ്ങളിൽ മുന്നണികൾ മാറി മാറി ചുവടുവെച്ച നിതീഷിനും JDUവിനും ഏതെങ്കിലും ഘട്ടത്തിൽ BJP സഖ്യത്തിലേക്ക് മടങ്ങേണ്ടി വന്നാൽ ലലൻ സിംഗ് അതിന് തടസ്സമാകുമെന്ന ഭയമുണ്ടെന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. കടുത്ത BJP വിരുദ്ധ നേതാവ് കൂടിയാണ് ലലൻ സിംഗ്. JDU RJD ലയിക്കുമെന്ന് ലാലു പ്രസാദ് യാദവ് തന്നോട് പറഞ്ഞുവെന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് വെളിപ്പെടുത്തിയിരുന്നു. ഇക്കാര്യം ലാലു യാദവിന്റെ മകനും ബീഹാർ ഉപമുഖ്യമന്ത്രിയുമായ തേജസ്വി യാദവ് തള്ളിയിരുന്നു.